നമസ്കാരം. ഞാനിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവം നടക്കുകയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു പഞ്ചപാണ്ഡവരുടെ പ്രതിമ കെട്ടിയൊരുക്കി വെച്ചിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ അപൂർവമായിട്ട് വർഷത്തിലുള്ള പൈങ്കുനി ഉത്രത്തിൽ സമാപിക്കുന്ന ഉത്സവത്തിൻ്റെ വിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ പഞ്ചപാണ്ഡവരുടെ പ്രതിമ. ആ പ്രതിമയുടെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് പരിചയപ്പെടാം. പത്മനാഭൻ്റെ മണ്ണിൽ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം നേടി തൊഴുത് ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. വീഡിയോയിലേക്ക് കിടക്കാം. സാക്ഷാൽ യുധിഷ്ഠിരൻ, അതായത് ധർമ്മപുത്രരുടെ പ്രതിമയാണ്. അപ്പോൾ ഇവിടെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിനോടടുത്തായിട്ടാണ് ഈ ധർമ്മപുത്രരുടെ പ്രതിഷ്ഠ. ആ വിഗ്രഹം കെട്ടുകാഴ്ചയായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നു. ഈ യുധിഷ്ഠിരൻ്റെ രൂപം മാത്രമാണ് ഇരിക്കുന്ന രൂപത്തിലുള്ളത്. മറ്റു പഞ്ചപാണ്ഡവരെല്ലാം നിൽക്കുന്ന രൂപത്തിലാണ്. പഞ്ചപാണ്ഡവരുടെ ഈ പ്രതിമാവിശേഷമാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. യുധിഷ്ഠിരൻ്റെ തൊട്ടു പുറകിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് ഭീമസേനൻ്റെ പ്രതിമ. നിൽക്കുന്ന രൂപത്തിലാണ്. ഏറ്റവും വലിപ്പമുള്ള പ്രതിമയും യുധിഷ്ഠിരൻ കഴിഞ്ഞാൽ ഭീമസേനൻ തന്നെയാണ്. അപ്പോൾ നിൽക്കുന്ന രൂപത്തിലാണ്, വളരെ പൊക്കത്തിലാണ്. നമുക്ക് ഭീമസേനൻ്റെ പ്രതിമാവിശേഷങ്ങൾ തൊട്ടടുത്തായിട്ടൊന്ന് കാണാം. ഇവിടെ ഭീമൻ്റെ പുറകിലായിട്ട് അർജുനനാണ്. അർജുനൻ്റെ പ്രതിമ ഭീമനെക്കാട്ടിൽ കുറച്ച് പൊക്കക്കുറവിലായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണ രൂപവിശേഷം നമുക്ക് വീഡിയോയിലൂടെ കാണാം. അർജുനൻ്റെ പ്രതിമയ്ക്ക് പുറകിലായിട്ട് നകുലൻ്റെ പ്രതിമയാണ്. അർജുനൻ്റെ പ്രതിമയേക്കാൾ കുറച്ചുകൂടി പൊക്കം കുറവാണ് നകുലൻ്റെ പ്രതിമ. അങ്ങനെ അതിൻ്റെ അർജുനൻ്റെ നേരെ പുറകിലായിട്ടാണ് നമുക്ക് ഈ പ്രതിമയുടെ ശരിയായിട്ടുള്ള ദൃശ്യം കാണാം. നകുലൻ്റെ പ്രതിമയ്ക്ക് പുറകിലായിട്ട് കുളത്തിനോട് ചേർന്നാണ്, അതിന് വഴിയുടെ ഇപ്പുറത്തെ സൈഡിലാണ് ഇവിടെ സഹദേവൻ്റെ പ്രതിമയുള്ളത്. നകുലൻ്റെ പ്രതിമയേക്കാൾ കുറച്ചുകൂടെ പൊക്കം കുറവ്. അത് ഓരോരുത്തരുടെയും വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ടാണ്. യുധിഷ്ഠിരൻ്റെ പൊക്കം
ഭീമനേക്കാൾ പൊക്കമുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. യുധിഷ്ഠിരൻ ഈ ഇരിക്കുന്ന രൂപത്തിലാണ്. മറ്റെല്ലാവരും നിൽക്കുന്ന രൂപത്തിലാണെങ്കിൽ യുധിഷ്ഠിരൻ മാത്രം ഇരിക്കുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ നിൽക്കുന്ന രൂപത്തിലുള്ളതിൽ ഏറ്റവും ഉയരമുള്ളത് ഭീമൻ തന്നെയാണ്. പൊതുവെ ഏറ്റവും ഉയരം ഭീമന് തന്നെ ആയിരിക്കാം. അതിനുശേഷം കുറഞ്ഞ് ഉയരം കുറഞ്ഞ് സഹദേവൻ ഏറ്റവും ഉയരം കുറഞ്ഞതായിട്ടാണ് ഇവിടെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കുളത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ്. നേരെ ഭീമൻ്റെ നേരെ പുറകിലായിട്ടാണ് വരുന്നത്. അർജുനനും നകുലനും ഒരു വശത്തിരിക്കുമ്പോൾ യുധിഷ്ഠിരനും അതേ വശത്ത് മുൻപിൽ, എന്നാൽ കുറച്ച് നടുക്കോട്ട് മാറിയാണ് യുധിഷ്ഠിരൻ്റെ പ്രതിമ ഇരിക്കുന്നത്. നമുക്ക് ഈ പ്രതിമയുടെ ദൃശ്യങ്ങൾ കൂടുതലായിട്ട് എടുത്ത് കാണാം. പ്രതിമയാണ്. അർജുനൻ്റെ പ്രതിമ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അമ്പും വില്ലും അല്ല, പകരം ഗദ തന്നെയാണ്. 5 പേരുടെയും കയ്യിൽ ഗദയാണ് ഉള്ളത്, മറ്റായുധങ്ങളൊന്നുമില്ല. ഇത് സഹദേവൻ്റെ രൂപമാണ്. അതിൻ്റെ ഓരോ രൂപത്തിലും എല്ലാം ഒരേപോലെയാണ് ഭാവം. നല്ല ദേശീയഭാവത്തിൽ യുദ്ധസന്നദ്ധരായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. കണ്ടില്ല, കയ്യിൽ ഗദ ആയുധം പിടിച്ചിട്ടാണ്. എല്ലാവർക്കും താടിയും മീശയുണ്ട്. കണ്ണുകളുടെ ആ രൗദ്രഭാവം ഒന്ന് നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ഏതാണ്ട് യുദ്ധത്തിന് പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ യുദ്ധസന്നദ്ധരായിട്ട് നിൽക്കുന്ന രീതിയിലൊക്കെയാണ് ഈ പ്രതിമ 5 പേരുടെയും ഉള്ളത്. എല്ലാവരുടെയും ഫേസ് കട്ട് ഏതാണ്ട് ഒരേപോലെയാണ് ഇതിനകത്ത് നമുക്ക് തോന്നുന്നത്. താടിയുണ്ട്, മീശയുണ്ട്. വനവാസത്തിന് ശേഷം വന്ന രൂപമായിരിക്കാം. എന്തായാലും വളരെ ഭംഗിയുള്ളതാണ്. എല്ലാവരും അടുത്ത വർഷമെങ്കിലും വന്ന് കാണുക. സാധാരണ യുധിഷ്ഠിരൻ ആയുധങ്ങളൊന്നും ഇല്ലാതെയാണ് 5 പേരും കൂടെ ഉള്ളപ്പോൾ. മറ്റുള്ളവർ ആയുധം ധരിച്ചാലും യുധിഷ്ഠിരന് ആയുധം ധരിക്കുന്നതായിട്ടല്ല പല ഭാവങ്ങളിലും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആയുധത്തോടു കൂടി, ആയുധം കരത്തിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ്. അതായത് ഒരു യുദ്ധസന്നദ്ധനായിട്ട് നിൽക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ ഇതെന്താണെന്ന് അതറിയില്ല. എന്തായാലും പഞ്ചപാണ്ഡവരെല്ലാം എല്ലാവരും ഗദധാരികളാണ്. ആ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. ആ ഒരു പ്രത്യേകതയാണ് ഇവിടെയുള്ളത്. ഈ പഞ്ചപാണ്ഡവരുടെ ഈ വിഗ്രഹം, പ്രതിമ ഇത് കെട്ടിയൊരുക്കി വെക്കുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് തുടങ്ങിയത് എന്നാണ് വിശ്വാസം. പഞ്ചപാണ്ഡവർ വനവാസകാലത്തോ അതിന് ഇടയ്ക്കെപ്പോഴോ ഇവിടെ ക്ഷേത്രം ദർശിച്ചതായിട്ട്, ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായിട്ടാണ് വിശ്വാസം. അതേ രാജകീയ ഭാവങ്ങളിലൂടെയാണ്, ആ ഭാവത്തോടു കൂടിയാണ് ഇവിടെ ഇപ്പോൾ പ്രതിമകളെ, ഓരോ 5 പേരുടെയും പ്രതിമകളെ കെട്ടി ഒരുക്കി വെക്കുന്നത്. പൈങ്കിനി ഉത്രത്തോടനുബന്ധിച്ച് ഇതേ സമയത്ത് വന്ന് അവർ ദർശനം നടത്തിയതായിട്ടാണ് രേഖകൾ പറയുന്നത്, ചരിത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലത്ത് തന്നെ പൈങ്കിനി ഉത്സവത്തോടനുബന്ധിച്ച് ഉള്ള ഈ ഉത്സവ ദിവസങ്ങളിലാണ് ഇത് കെട്ടിവെക്കുന്നത്. നാളെ ആറാട്ടാണ്. നാളത്തോടുകൂടി ഇത് വീണ്ടും പഴയ പോലെ ഇത് മാറ്റുന്നതാണ്. പിന്നെ അടുത്ത വർഷത്തെ ഉത്സവത്തിനാണ് ഈ പ്രതിമകൾ ഇവിടെ വരുന്നത്. വളരെ നല്ലൊരു കാഴ്ചയാണ്, നവ്യ അനുഭവമാണ്. ഇത് എത്ര പറഞ്ഞാലും തീരാത്ത അത്ര നല്ല ഒരു അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് അടുത്ത വർഷം ഇത് കാണുക. ഈ ക്ഷേത്രത്തിലെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ഒരു പ്രത്യേക ആചാരത്തെ മനസ്സിലാക്കുക. ഇത് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും ചൂട്, വെളിയിൽ കൊള്ളുന്ന വെയിലാണ്. അകത്ത് കയറിയപ്പോൾ AC പോലും വേണ്ട. ഇത്രയധികം നമ്മുടെ പഴയ ആൾക്കാർ ഇത്രയും അഡ്വാൻസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് അകത്ത് കയറുന്നവർക്ക് മനസ്സിലാകും. എന്തായാലും വന്ന് ദർശനം നടത്തുക. ഈ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലം മുതൽ തുടങ്ങിയ ഈ ആചാരത്തെ, അതിൻ്റെ പ്രാധാന്യത്തെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് തീർത്ഥയാത്രയിൽ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.